അടുത്തതായി ഈ ചടങ്ങിന് മറുപടി പ്രസംഗം നടത്തുന്നതിന് വേണ്ടി കേളുകുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ ടി.പി. രൂപീഷ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ ഗുരുജനങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നമസ്കാരം. ഇന്ന് നല്ലൊരു കാര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണെങ്കിലും ജീവിതത്തിലേറെ കൂടുതൽ വേദന ഉണ്ടാക്കിയൊരു ദിവസമായിരുന്നു ഡിസംബർ 24, 2024. എൻ്റെ പിതാവ് മരിച്ച സമയത്ത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വേദന ഉണ്ടാക്കിയൊരു ദിവസമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കറിയുന്ന പിതാവിന് പരസ്യപ്പെടുത്താതെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എൻ്റെ പിതാവിൻ്റെ 1-2 കഥകൾ മാത്രം ഞാനിവിടെ പറയാണ്. ഒന്നും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നൊന്നും കേട്ടതല്ല, മരിച്ചതിന് ശേഷവും അതേപോലെ തന്നെ എക്സൈസിൽ പ്രവർത്തിച്ച് റിട്ടയർമെൻറ്റിന് ശേഷം ഒക്കെ കേട്ട പല കഥകളാണ്. ആദ്യം നമുക്ക് എക്സൈസിൽ പ്രവർത്തിച്ച എൻ്റെ പിതാവിൻ്റെ ഒരു കഥ പറയാണ്. ഇന്നത്തെ നാടല്ലായിരുന്നു ഒരു 10-20 വർഷം മുമ്പേ നമ്മുടെ നാട്. ഇന്ന് ന്യൂ ജനറേഷന് ശരിക്കും ദാരിദ്ര്യം എന്തെന്നറിയാത്തൊരു കാലഘട്ടം ആണ് ഇന്ന്. എല്ലാ വീട്ടിലും ഭക്ഷണം സുലഭമായിട്ടുണ്ട്. ആർക്കും ദാരിദ്ര്യം എന്താണെന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയർക്ക് അറിയാത്ത ഒരു കാലഘട്ടമാണെന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പം കൂടുതലായിട്ടൊന്നും ന്യൂ ജനറേഷൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പറയാണ്. അന്ന് ഇന്നത്തെ പോലത്തെ റോഡുകളില്ല. കുന്നകലം റേഞ്ച് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഉള്ള ഒരു കഥ. പിതാവിൻ്റെ കൂടെ, അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തൊരു ബാലകൃഷ്ണൻ നായർ റിട്ടയർമെൻറ്റിന് ശേഷം എന്നോട് പറഞ്ഞ കഥയാണ് ഞാൻ ഇവിടെ പറയുന്നത്. മുക്കം വളരെ കൂടുതൽ കയറ്റം കയറി പോകേണ്ട വീടുകളിൽ ഇടവഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വ്യക്തി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റാത്ത ഇടവഴികളുടെ കുന്നുകൾ താണ്ടി റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വാറ്റ് ചാരായത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്കും പോകുന്ന കാലഘട്ടത്തിലെ ഒരു കഥ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അന്ന് വളരെ കൂടുതൽ ദൂരം താണ്ടിക്കൊണ്ട് കുന്നുകൾ താണ്ടി പോകുന്ന സമയത്ത് കൂരകളിൽ ഉള്ള വ്യക്തികളായിരിക്കും ഈ വാറ്റുന്നത്. ചാരായം വാറ്റുക എന്നുള്ളൊരു, ഇന്ന് ന്യൂ ജനറേഷൻ എന്താണെന്നറിയില്ല ചാരായം വാറ്റുക. കാരണം ഇന്ന് MDMA ഒക്കെ വ്യാപിച്ച് കിടക്കുകയാണ്. ചാരായം വാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല, എന്നാലും പറയാണ്. അപ്പോൾ ഈ ചാരായം വാറ്റുന്നത് പിടിക്കുക എന്നതായിരുന്നു എക്സൈസുകാരുടെ ഒരു മെയിൻ ജോലി. റെയ്ഡിന് വേണ്ടി പോകും. അവരവരുടെ വടി കൊണ്ട് കുത്തിയിട്ട് പറമ്പുകളിൽ നിന്നൊക്കെ ഏതെങ്കിലും മൂലയിൽ നിന്നൊക്കെ ഈ സംഗതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് എതിരെ കേസും ചാർജ് ചെയ്ത് പോകുന്നൊരു വലിയ കുറ്റമാണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ. അപ്പം അത്തരം വീടുകളിലൊക്കെ കയറുന്ന സമയത്ത് ചില വീടുകളിൽ ഈ ചാരായം വാറ്റുന്നത് കുടുംബം പോറ്റാൻ വേണ്ടി മാത്രമായിരിക്കും. ഈ ചാരായം വാറ്റുന്നത് ശരിയല്ല, എന്നാലും പറയാണ്, കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഭാര്യമാർ, രോഗത്തിൽ കിടക്കുന്ന TB പിടിച്ച് കിടക്കുന്ന ഭർത്താക്കന്മാർ പായൽ കിടക്കുന്നുണ്ടാവും. മുക്കുന്നൊലിച്ച് വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന മക്കൾ അതിനടുത്ത് ഇരിക്കുന്നുണ്ടാവും. മുഷിഞ്ഞ വസ്ത്രത്തിൽ നിൽക്കുന്ന ഈ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ രോഗ ചികിത്സക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് ഒരു നേരത്തെ അരി ഇട്ട് കഞ്ഞി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ചാരായം മാറ്റുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് റെയ്ഡ് ചെയ്ത് സാധനങ്ങൾ കിട്ടിയിട്ട് അവർക്കെതിരെ കേസ് ചാർജ് വരുന്ന സമയത്തും ആ വീട്ടിലുള്ള കുടുംബനാഥന് രോഗചികിത്സക്ക് വേണ്ടിയുള്ള പണം കൊടുത്തിട്ടാണ് അധിക വീടുകളിൽ നിന്നും എൻ്റെ പിതാവ് ഇറങ്ങിപ്പോരാറുള്ളത്. ഈ കഥകളൊന്നും എൻ്റെ പിതാവ് എന്നോടും എൻ്റെ കുടുംബത്തോടും പറഞ്ഞ കഥകളല്ല. ഇങ്ങനെ എത്രയോ കഥകൾ, ഈ പിതാവിനെ കുറിച്ചുള്ള കഥകൾ ബാലകൃഷ്ണൻ നായരെ പോലുള്ള എക്സൈസിൽ കൂടെ ജോലി ചെയ്ത ആളുകളിൽ നിന്ന് കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ
മരിച്ച സമയത്ത് കടകളിൽ ഞാനൊക്കെ എത്രയോ കടകളിൽ പോകാറുണ്ട്. എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഒരു ദിവസം സാധനം വാങ്ങാൻ വേണ്ടി വന്ന ആളുകൾ വരെ മരിച്ച സമയത്ത് വീട്ടിൽ ദുഃഖം അറിയിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അവന് 8, 9, 10 നരിക്കുനി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് ദിവസം അവന് ഈ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സംഗതിയാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും പറയാൻ ധൈര്യം കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നത്. ക്ലാസ്സിൽ വളരെ ധൈര്യത്തിൽ സംസാരിക്കുകയും വേദികൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് തൊണ്ടയിടുന്നുണ്ടെങ്കിൽ അത് കൃത്രിമല്ല. അപ്പോൾ ഏതായാലും തുടരട്ടെ. അങ്ങനെ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നരിക്കുനി ഹൈസ്കൂളിൽ പോകുമ്പം ഇവന് സൈക്കിൾ നോക്കി പോകുമായിരുന്നു. എന്നിട്ട് ഒരു സൈക്കിൾ നോക്കിയിട്ട് എത്രയാ ഇതിൻ്റെ വില എന്നും ചോദിക്കും പോലും. അവൻ്റെ അടുത്ത് കയ്യിൽ പൈസ ഇല്ല. കുറേ കാലം ഇവന് അച്ഛനോട് ഇതേ ചോദ്യം, ഈ സൈക്കിളിൻ്റെ വില എത്രയാണ് എന്ന് ചോദിക്കും. അങ്ങനെ 9 ക്ലാസ് കഴിഞ്ഞ് ലാസ്റ്റിലായപ്പോൾ ഇവന് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പം മറ്റുള്ള ആളുകളുടെ നിന്ന് കിട്ടിയ പൈസ സ്വരൂപിച്ച് ഇവന് അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛൻ അപ്പോഴും അറിയാമായിരുന്നു പോലും ഇവൻ്റെ അടുത്ത് ആ പണം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത്. ആ സൈക്കിൾ അവന് കൊടുക്കുകയും ചെയ്ത് പൂർത്തീകരിച്ച് പണം അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവൻ എന്നോട് പറയുന്ന സമയത്ത് അവൻ്റെ ആ 28 വയസ്സുള്ള ആ വ്യക്തിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീര് ഞാൻ അറിഞ്ഞതാണ്. ഞാൻ ഈ സ്ഥാപനം 1997 തുടങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഫീസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരാളെപ്പോലും പുറത്തു നിർത്തരുതെന്നാണ്. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികളെ അടിക്കരുതെന്ന്. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പാലിച്ചിട്ടുണ്ട്. എനിക്ക് സാധിക്കാതെ പോയതൊരു കാര്യം, പഠിക്കാത്ത കുട്ടികളെ അടിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ അതിന് മാത്രമേ ഇന്ന് ഖേദിക്കുന്നുള്ളൂ. നല്ലത് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് ഞാൻ കുട്ടികളെ പഠിക്കാത്ത സമയത്ത് അടിക്കുന്നത് എനിക്കറിയാം. എന്നാലും ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അച്ഛന് വാക്ക് കൊടുത്ത് പാലിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം എക്സസൈസിലിരുന്ന എൻ്റെ പിതാവ് ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. ഞാനും ജീവിതത്തിൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. എന്നും ലഹരിക്ക് ഞാനെതിരാണ്. എൻ്റെ വിദ്യാർത്ഥികൾ ധാരാളം പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. എനിക്കുറപ്പാണ് എൻ്റെ മക്കളാരും ലഹരി ഉപയോഗിക്കില്ല. കാരണം അതിനുള്ള കൃത്യമായ ക്ലാസ്സുകൾ എൻ്റെ സ്ഥാപനത്തിലെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ആരും തോൽക്കാറില്ല. കാരണം ഇല്യാസ്കായും വി രാജേട്ടനൊക്കെ പറഞ്ഞതുപോലെ തന്നെ പേടിച്ചിട്ടായിരിക്കാം, ശരിയാണ്. പക്ഷേ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി പേടിപ്പിക്കുമ്പോൾ ചിലപ്പം ശിക്ഷിക്കേണ്ടി വരും. എൻ്റെ അനിയത്തിയും ഇവിടെ പഠിച്ചാണ്. അവൾ ഇന്നിപ്പോൾ ആയുർവേദ ഡോക്ടറാണ്. അവൾക്കും എൻ്റെ അടുത്തുനിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിക്കുന്നതിലൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും അച്ഛനെ സംബന്ധിച്ച് അതൊരു എനിക്ക് വാക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം അത് മാത്രമായിരുന്നു. അതേപോലെ ഈ നരിക്കുനിയിൽ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് 80% വിദ്യാർത്ഥികൾ പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്, കൂലിപ്പണിക്കാരൻ്റെ മക്കൾ. ഇതുകൊണ്ട് തന്നെയാണ് ഒരു SSLCക്ക് വേണ്ട ഫീസ് മാത്രമേ ഇത്രയും കാലം ഈ സ്ഥാപനം വാങ്ങിച്ചിട്ടുള്ളൂ. അത് +1 +2 റിപ്പീറ്റേഴ്സ് ബാച്ചിലാണെങ്കിലും വളരെ കൂടുതൽ ചിലവുള്ള ഈ സ്ഥാപനം ഈ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ഫീസുമായിട്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് പിന്നീട് പല സ്ഥാപനങ്ങളും തൊട്ടടുത്ത സ്ഥാപനത്തിനെതിരെ വന്നപ്പോഴും അവർക്കൊന്നും വലിയൊരു ഫീസ് വാങ്ങിക്കാൻ പറ്റാത്തതിന് ഞാൻ അവരുടെയൊക്കെ ഒരു ശത്രുവായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ പരാതിയില്ല. കാരണം ഞാനിവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയം കണ്ടവനാണെന്നതിൽ എനിക്ക് അഭിമാനം തന്നെയുള്ളൂ. അപ്പം അച്ഛന് വേണ്ടിയിട്ട് ഈ വർഷത്തെ ഫീസ് കേറുകുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഈ വർഷത്തെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ നരിക്കുനി, ബാലുശ്ശേരി, താമരശ്ശേരി, കുന്നോലം ബ്രാഞ്ചുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് ഈ പ്രാവശ്യം ഞാൻ അനുവദിച്ചിട്ടുണ്ട്. അതിവിടെ വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്ത സമയത്ത് പ്രകാശനം ചെയ്ത ഇത് ഞാൻ വായിക്കുകയാണ്.
ശരിക്കുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഫീസ് +1 +2 ഫീസ് 22,000 അത് +1 +2 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ ഉള്ള വിദ്യാർത്ഥികൾ, SSLC ഫുൾ A+, അല്ലെങ്കിൽ +1 ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് 15,000 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഏത് A+ കിട്ടുന്ന കുട്ടികൾക്കും ഒരു A+, 2 A+ ഒക്കെ ഉള്ള കുട്ടികൾക്ക് 22,000 ഫീസ് കൊണ്ടെടുത്ത് ഈ വർഷം 18,000 ഫീസാക്കി സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ +1 ഗ്രേസ് മാർക്ക് ഇല്ലാണ്ട് ഫുൾ മാർക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളൊക്കെ +2 ഫീസ് വെറും 10,000 രൂപയാണ്. അതുപോലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ 75,000 രൂപയാണ് ഈ അധ്യയന വർഷത്തിലെ ഫീസെങ്കിൽ എല്ലാ കുട്ടികൾക്കും 60,000 രൂപയായിട്ട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. +2 ഫുൾ A+ കിട്ടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും 55,000 രൂപയും, +2 ഫുൾ മാർക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാണ്ട് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും 35,000 രൂപയൊക്കെ ആയിട്ട് ഈ വേദിയിൽ സ്കോളർഷിപ്പ് ഡിക്ലെയർ ചെയ്യാണ്. അതോടൊപ്പം യോഗ്യരായിട്ടുള്ള 10 വിദ്യാർത്ഥികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരുകൾ പറയാതെ തന്നെ, നേരത്തെ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ പേരുകൾ പറയാതെ തന്നെ നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം കൊടുക്കുന്ന സമയത്ത് ഓഫീസ് സ്റ്റാഫിനും എനിക്കും മാത്രമേ യാഥാർത്ഥ്യം അറിയാറുള്ളൂ. അതിന്ന് വരെ ഒരു കുട്ടിയുടെയും ഈ ഫീസിൻ്റെ ആനുകൂല്യം ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഒരു കുട്ടിക്ക് പോലും ഫീസ് ഫ്രീ ആയിട്ട് കൊടുത്തതോ അല്ലെങ്കിൽ ആനുകൂല്യം കൊടുത്ത കാര്യം ഇന്ന് വരെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പിതാവിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നോമ്പും അതുപോലെ തന്നെ പരീക്ഷ ആയതുകൊണ്ട് മിക്ക വിദ്യാർത്ഥികൾക്കും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇന്നിവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല നോമ്പിൻ്റെ കാരണം കൊണ്ടും. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ ഉള്ളതുകൊണ്ട് ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. അതുകൊണ്ട് അവർക്കും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നും ഈ സ്ഥാപനം ഈ നിസ്സഹായരുടെയും രോഗികളുടെയും നിരക്ഷരുടെയും ഒരു വെളിച്ചമായിട്ട് ഈ സ്ഥാപനം താങ്ങായിട്ട് ഉണ്ടാവുന്നുള്ള കാര്യം ഇവിടെ ഞാൻ ഉറപ്പ് നൽകുകയാണ്. എല്ലാ വർഷവും ഡിസംബർ 25 കാറ്റലിസ്റ്റ് ഡേ ആണ്. ആ ഡേയിൽ വെച്ചിട്ട് ഇവിടെ MBBS-ഉം NIT IIT പോലത്തെ സ്ഥാപനങ്ങൾ ബിടെക്കൊക്കെ കിട്ടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്ന ഈ വേദിയിൽ നിസ്സഹായരായിട്ടുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ, വാട്ടർ ബെഡ് ഇതുപോലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ എന്നാൽ ചെയ്യാൻ പറ്റിയ മറ്റു മേഖലയിൽ നിന്നും കിട്ടാണ്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം അത് ഡിസംബർ 25 കേളുകുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ ഇനി അങ്ങോട്ട് എല്ലാ ഡിസംബർ 25 പാവപ്പെട്ട രോഗികൾക്ക് മരുന്നായിട്ടും താങ്ങായിട്ടും ഈ കാറ്റലിസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി ശ്രീ ഷറഫ് നിസയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഈ കാറ്റലിസ്റ്റ് ജന്മം കൊണ്ട അന്ന് മുതൽ ഞാനും ഈ കാറ്റലിസ്റ്റിൻ്റെ കൂടെ ഒരു വിദ്യാർത്ഥിയായിട്ട് ഉണ്ടായിരുന്നു. അന്നു മുതൽ കാറ്റലിസ്റ്റ് എന്നിനുള്ളിൽ തെളിയിച്ച ആ മാർഗദീപം ഇന്നും നന്മയുടെ വഴിയിൽ നടത്തുവാൻ എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കാറുണ്ട്. ആ ഒരു വെളിച്ചം എൻ്റെ ഉള്ളിൽ എൻ്റെ കുട്ടികൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ, സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ എന്നും തയ്യാറാവുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ കാറ്റലിസ്റ്റിന് ഒരു പെൺതൂവൽ കൂടി ഇപ്പോൾ ചാർത്തിയൊരുക്കുകയാണ്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ രൂപി സാർ ഇപ്പോൾ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. TP കേളുക്കുട്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ലോഗോ പ്രകാശനവും ഇവിടെ നടത്തിയ ബഹുമാന്യനായ അഡ്വക്കേറ്റ് PTA റഹീം അവർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജൗഹർ പൂമംഗലത്തിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ആശംസ അർപ്പിക്കാനെത്തിയ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രൂപലേഖ കൊമ്പിലാട്ടിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആശംസ അർപ്പിച്ച മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സന്തോഷ് മാസ്റ്റർക്കും ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ ആശംസ അർപ്പിച്ച KV മോഹനൻ മാസ്റ്റർ, ശ്രീ VV രാജൻ, BI വാസുദേവൻ നമ്പൂതിരി, V ഇല്യാസ് എന്നിവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സ്നേഹസാന്നിധ്യം അറിയിച്ച
ശ്രീ ദിലീപ് കുമാർ, അബ്ദുൾ റസാഖ് ബി, ശ്രീ സാമി എം, PV അബൂബക്കർ മാസ്റ്റർ, ശ്രീ നൗഷാദ് അലി എന്നിവർക്കും ഞാൻ പ്രത്യേകം സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രിയ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് കാറ്റലിസ്റ്റ്. അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു.